കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സുരക്ഷയുടെ പേരിലാണ്. അകമ്പടി വാഹനങ്ങളുടെ ഒരു നിര തന്നെ പിണറായി വിജയന് ഉണ്ടായിരുന്നു. ഇസഡ് കാറ്റഗറി സുരക്ഷയാണ് പിണറായി വിജയന് പോലീസ് അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനത് നിഷേധിക്കാൻ പറ്റിയില്ല. അകമ്പടി വാഹനങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, അത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. പിണറായി വിജയൻ്റെ സർക്കാർ ഒരുപാട് വിമർശനത്തിന് ഇരയായി. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ പരാജയത്തിന് കാരണങ്ങളിലൊന്ന് ഇതാണ്, ഈ സുരക്ഷയാണ്. അതിന് കവിഞ്ഞ സുരക്ഷയാണ് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നത്. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞു, എനിക്കൊരു എസ്കോട്ടും പൈലറ്റ് വാഹനവും മാത്രം മതി. അതിനു മുമ്പ് സതീശൻ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അകമ്പടി കുറയ്ക്കും. വലിയ പത്രത്തോടെ സഞ്ചരിച്ചാൽ ആളുകൾ എന്നിൽ നിന്ന് അകലും, ആളുകൾ എന്നെ കളിയാക്കും. സതീശൻ ഫാൻസുകാരും UDF പ്രവർത്തകരും ഒക്കെ ഇതാഘോഷമാക്കി മാറ്റി, കയ്യടികളോടെ സ്വീകരിച്ചു. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം സതീശൻ്റെ രൂപവും ഭാവവും മാറുന്നു. 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമം വരെ സതീശൻ സഞ്ചരിച്ചു. 22 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാന്തിഗിരി ആശ്രമം വരെയുള്ള ദൂരം. ശാന്തിഗിരിയുടെ സ്ഥാപകനായ കരുണാകര ഗുരുവിൻ്റെ ജന്മശതാബ്ദിയോടാഘോഷിച്ച് വിശ്വശാന്തി സന്ദേശ യത്നം ഉദ്ഘാടനം ചെയ്യാനാണ് സതീശൻ എത്തിയത്. അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചത് 3 DYSPമാർ, 22 SIമാർ, 50-ലധികം മഫ്തി പോലീസ്. എന്തിനു വേണ്ടിയായിരുന്നു സതീശ ഇത്രയും വലിയ അകമ്പടി വാഹനങ്ങൾ, ഇത്രയും വലിയ സുരക്ഷ? 3 DYSPമാർ, 22 SIമാർ, 50-ലധികം മഫ്തി പോലീസുകാർ, ഏകദേശം 95ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സതീശന് സുരക്ഷ ഒരുക്കി. സതീശനെതിരെ പ്രതിഷേധ പ്രകടനമുണ്ടാകാനുള്ള സാധ്യതയില്ല. വിവാദങ്ങളിലൊന്നും വലുതായി സതീശൻ പെട്ടിട്ടില്ല. പ്രതിഷേധ പ്രകടനം ഉണ്ടാകുന്നെങ്കിൽ തന്നെ പ്രതിഷേധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് മുൻകൂട്ടി അറിയിക്കാറുണ്ട്. എന്തായാലും സതീശനെതിരെ വലിയ അഴിമതി കഥകൾ വരുന്നതേ ഉള്ളൂ. ഓരോന്നോരോന്നായി പൊളിറ്റിക്സുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ അഴിമതികൾ വന്നുകൊണ്ടിരിക്കും. അത് ഞങ്ങൾ കൃത്യമായി പ്രേക്ഷകരെ അറിയിക്കും. എന്തായാലും പോലീസ് പറയുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്തത് എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഇടയില്ല. ആകെ കത്തുന്ന ഒരു പ്രതിഷേധം അദാനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അതൊരു ജനകീയ പ്രതിഷേധമാകാനുള്ള സാധ്യതയും ഇല്ല. അത് ഒരു വലിയൊരു തെരുവിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അത് കോടികൾ കൈമാറുന്ന അഴിമതിയാണ്. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മുമ്പത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അകമ്പടി വാഹനങ്ങളുടെ പേരിൽ, അധിക സുരക്ഷയുടെ പേരിൽ വിമർശിച്ച സതീശൻ ഇപ്പോൾ അതേ വിവാദത്തിൽ പെട്ടിരിക്കുന്നു. സതീശന് വേണ്ടി 3 DYSPമാർ, 22 SIമാർ, 50-ലധികം മഫ്തി പോലീസ്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും സുരക്ഷ? എന്തിനു വേണ്ടിയായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ 22 കിലോമീറ്റർ ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്? നെടുമങ്ങാട്, വർക്കല, ആറ്റിങ്ങൽ സബ്സ്റ്റേഷനുകളിലെ DYSPമാരെയാണ് നിയോഗിച്ചത്. എന്തിനാണ് DYSPമാരെ, ഇത്രയും സ്ഥലങ്ങളിലുള്ള DYSPമാരെ നിയോഗിച്ചത്? ചോദ്യങ്ങൾ അനവധിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആകുമ്പോൾ സതീശൻ പറഞ്ഞത് ഒന്ന്, മുഖ്യമന്ത്രി ആയതിനു ശേഷം സതീശൻ പറയുന്നത് മറ്റൊന്ന്. ഇതല്ലേ ശരി? ഇതല്ലേ സത്യം? അപ്പോൾ പിണറായി വിജയൻ്റെ സുരക്ഷയെപ്പറ്റി സതീശന് കളിയാക്കാൻ, അല്ലെങ്കിൽ സുരക്ഷയെപ്പറ്റി സതീശൻ വിമർശിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കാൻ,
ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ. ഇപ്പോൾ അതേ പാതയിൽ സതീശൻ എത്തി നിൽക്കുന്നു. എല്ലാ മന്ത്രിമാർക്കും പോലീസിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പിണറായി വിജയനും അത്തരമൊരു സുരക്ഷയാണ് പോലീസ് നൽകിയത്. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് നേരെ BJPയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിഷേധം നിരന്തരം ഉണ്ടായിരുന്നു. പിണറായി വിജയനെ വിമാനത്തിനകത്ത് വെച്ച് പ്രതിഷേധക്കാർ പിണറായി വിജയന് നേരെ വിമാനത്തിനകത്ത് വെച്ച് തന്നെ പ്രതിഷേധം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ സതീശന് നേർക്ക് ഒരു പ്രതിഷേധമില്ല. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് അധികകാലം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഇത്രയും സുരക്ഷാ സന്നാഹത്തിൽ ഒരു രാജാവിനെ പോലെ, ഒരു കിരീടം വയ്ക്കാത്ത രാജാവിനെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്ക് സതീശൻ പോയത് എന്തിനാണ്? പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു. ഉത്തരം പറയേണ്ടത് സതീശൻ.